അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏതോ കുരുവട്ടൂരി എഴുതി വിട്ടതാണ്. എന്താ ഇതിലുള്ളത്? പേരോട് ഉസ്താദ് പറഞ്ഞ ആ വിഷയത്തിനെ എതിർക്കാൻ വേണ്ടി കൊണ്ടുവന്ന തെളിവെന്താ? ഇതിങ്ങനെ വായിച്ചു പോന്ന് നോക്കിയാണി. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മാലോകരെ പഠിപ്പിക്കുന്ന വാദം ഈ പേരോടുകാരന് ദഹിക്കുമോ എന്ന് പറഞ്ഞിട്ട് എന്താ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണേ അന്ന് വായിച്ചു നോക്കിയാണി. സൂറത്തു ഇസ്രായേൽ 49 ആയത്തിലൂടെ ഈസാ നബി അലൈഹി സ്വലാം മാലോകരോട് വിളംബരം ചെയ്തതായി റബ്ബ് പറയുന്നു. എന്താ പറഞ്ഞത്? വ ഉഹിയിൽ മൗത ബി ഇദ്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാലോകരോടായി വിളിച്ചു പറഞ്ഞ എന്താ? ഞാൻ പറയട്ടെ, അത് ഇഞ്ഞിന്റെ വിശദീകരണമാണ്. എന്താ പറഞ്ഞേ? ഒഹിയിൽ മൗത്ത, ഞാൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കും, ബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം, അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടി. എനിക്ക് സ്വയമായിട്ട് മരിച്ചവരെ ജീവിപ്പിക്കാനൊന്നും കഴിയൂല. അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം, അതിനനുസരിച്ച് ഞാൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കും എന്നല്ലേ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാലോകരോട് പറയുന്നത് എന്താ? ഒഹിയിൽ മൗത്ത എന്ന് മാത്രമല്ല, മരണപ്പെട്ടവരെ ഞാൻ ജീവിപ്പിക്കും എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല. അത് അദബ് കേടാണ് എന്ന് ആർക്കറിയാം? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനറിയാം. കുരുവട്ടൂരികൾക്കറിയില്ലെങ്കിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനറിയാം. എന്ത് മാത്രം പറയാൻ പാടില്ല? മരണപ്പെട്ടവരെ ജീവിപ്പിക്കും ഞാൻ എന്ന് പറയാൻ പാടില്ല. മൊഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റി എന്ന് പറയുന്നത് അദബ് കേടാണ് എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞതിനെ എതിർക്കാനാണല്ലോ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. എന്താ വിശുദ്ധ ഖുർആനിലുള്ളത്? ഒഹിയിൽ മൗത്ത ബി ഇതിനില്ല. കണ്ടില്ലേ? അപ്പൊ പിന്നെ അവിടെ ഏതില്ല? ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാനോ മറ്റോ ഒരു അദബ് കേടിന്റെ സ്വരം അതിൽ ഇല്ല. കാരണം അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരമാണ് ഞാൻ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഏതില്ല? അതിൽ ഒരു തെറ്റിദ്ധാരണയും വരാനില്ല. വട്ടൂരിയെ നല്ലോ മനസ്സിലാക്കിക്കോ. ഇത് എന്തിനു കൊണ്ടെന്നങ്ങൾ ഈ തെളിവ്? ഇതിപ്പോ പേരോട് ഉസ്താദ് പറഞ്ഞതിന് അനുകൂലമായ തെളിവല്ലേ? പേരോട് ഉസ്താദും അതന്നല്ലേ പറഞ്ഞത്? ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാലോകരോട് പറഞ്ഞതുപോലെ പറയണം എന്നാ പേരോട് ഉസ്താദ് പറഞ്ഞേ. അതേ സമയത്ത് ഉഹിയിൽ മൗത്താന്ന് മാത്രം പറഞ്ഞ് നിർത്തിയാൽ, ഒരു വലിയ രോഗം മാറ്റി, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റി എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ആ ബാബും കൂടി അടക്കാണ്. നമ്മൾ അൽ ബഹറുൽ മൗറൂദൊക്കെ മുമ്പ് വായിച്ചില്ലേ? കറാമത്തുകൾ ഇൻകാർ ചെയ്യുന്ന ആളുകൾക്ക് മുമ്പിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ വിഷയം നമ്മൾ അൽ ബഹറുൽ മൗറൂദിൽ വായിച്ചിട്ടില്ലായിരുന്നോ? അതേ പ്രകാരം തന്നെയാണ് ഈ വിഷയവും. എന്നിട്ട് പേരോട് ഉസ്താദിനെ എതിർക്കാൻ വേണ്ടി കൊണ്ടുവന്ന തെളിവ് ആർക്ക് അനുകൂലാണ്? പേരോട് ഉസ്താദ് പറഞ്ഞതിന് അനുകൂലാണ്. ഏതോ വട്ടൂരി പറ്റിച്ചതാണ് ഈ സാധുവിനെ. എന്നിട്ട് ഈ സാധു അതും പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ നടക്കുക. എന്താ ചെയ്യാ?